ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മളിന്ന് മീഷോന്ന് കുറച്ച് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്ന ഒരു ബോക്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വെജിറ്റബിൾസ് ഒക്കെ അതിൽ കട്ട് ചെയ്ത് വെച്ചതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാനിവിടെ പടവലങ്ങയാണ് ആദ്യം കട്ട് ചെയ്ത് വെക്കുന്നത്. പടവലങ്ങയുടെ മുകളിലുള്ള ഇതുപോലെയുള്ള ആ സ്കിന്നൊന്ന് കളഞ്ഞതിന് ശേഷം പടവലത്തിൻ്റെ ഉള്ളിലെ കുരുവും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പടവലത്തിനെ ഇതുപോലെ രണ്ടാക്കിയിട്ടാണ് ഞാൻ മുറിച്ച് ഈ ബോക്സ് അടച്ചു വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ വലിയ പീസുകളാക്കി എടുത്ത് വെക്കുമ്പോൾ നമുക്ക് ഏത് കറിയാണ് വെക്കേണ്ടത് ആ സമയത്ത് എടുത്ത് അതിനാവശ്യമായിട്ടുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വെണ്ടക്കായാണ് ഇതിൽ ബോക്സിൽ എടുത്ത് വെക്കാൻ പോകുന്നത്. അതിന് വെണ്ടക്കായ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു തുണി വെച്ച് അതിന്റെ ഈർപ്പം മുഴുവനായിട്ടും തുടച്ചു മാറ്റിയതിന് ശേഷം നമ്മൾ ബോക്സിൽ ഇട്ട് വെക്കുക കേട്ടോ. അതിന്റെ കൂടെ ഞാൻ മുരിങ്ങക്കായും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ കയ്പക്കായ ഇതിന്റെ കുരുവൊന്നും കളയാതെയാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. കയ്പക്കായനെ ഈ ബോക്സിൽ കൊള്ളാവുന്ന രീതിയിൽ മുറിച്ച് ഇതുപോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കയ്പക്കായൊക്കെ നമ്മൾ കറി വെക്കുന്ന സമയത്തേക്ക് അരിഞ്ഞു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഞാനിവിടെ ക്യാബേജാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത്. ക്യാബേജിന്റെ പുറമേയുള്ള വാടിയ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇതുപോലെ വലിയ പീസുകളാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ക്യാബേജ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ വലിയ പീസുകളാക്കി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാബേജിൽ ഇതുപോലെയുള്ള പുഴുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ വലിയ പീസുകളാക്കി എടുത്ത് വെച്ച് ക്യാബേജൊക്കെ നമ്മൾ തോരൻ ഉപ്പേരി അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് ചെറിയ പീസുകളാക്കിയിട്ട് നുറുക്കിയാൽ മതി. അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസും അതുപോലെ വേപ്പിലയും ഞാൻ കഴുകി അതിൻ്റെ വെള്ളം വന്നതിന് ശേഷം ഈ ബോക്സിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ ഇതുപോലെ അങ്ങനെ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഇതുപോലെ വലിയൊരു ബോക്സിലാക്കിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു തേങ്ങ ചിരണ്ടി ഇതുപോലെ ബോക്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ ഇഞ്ചിയും പച്ചമുളകൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരുവിധം എല്ലാം ബോക്സുകളിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജും ഭയങ്കര നീറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.